ഓക്കെ, സോ ഫൈനലി ഐഫോണിന്റെ ബേസ് വേരിയന്റിൽ 120 ഹെർട്സിന്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ വന്നിരിക്കുകയാണ് ഗൈസ്. ഫൈനലി. പിന്നെ വെറുതെ റിഫ്രഷ് റേറ്റ് മാത്രം കൂട്ടി എന്ന് പറയാൻ പറ്റൂല. ആക്ച്വലി കഴിഞ്ഞ വർഷം വന്ന ഈ 16 Pro ഉണ്ടല്ലോ, ഈ 16 Pro ഉള്ള എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് എടുത്ത് ഇത്തവണ ഐഫോൺ 17 തന്നിരിക്കുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ ആപ്പിൾ ആ ഒരു ഈവെന്റിൽ ഷെയർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ 120 ഹെർട്സ് പ്രോ മോഷൻ ഡിസ്പ്ലേ LTPO ഡിസ്പ്ലേ ആണ്. അതായത് ഇതിന് 1 ഹെർട്സ് ടു, ഞാൻ പറഞ്ഞില്ല 16 Pro ഉള്ളതുപോലെ ഈ ഡിസ്പ്ലേക്ക് 1 ഹെർട്സ് ടു 120 ഹെർട്സ് വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബേസ് ഐഫോൺ 17 ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഇപ്പം ഏറ്റവും വില കുറഞ്ഞ ഐഫോണിലും, ഏറ്റവും വില കുറഞ്ഞ ഐഫോൺ അല്ല, അത് 16e ആണ്, പക്ഷേ സംഭവം മനസ്സിലായില്ല. സോ മെയിൻ ഐഫോൺ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ വേരിയന്റിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഐഫോൺ 16 Proയിലുള്ള ഡിസ്പ്ലേ ആണ് ഇത്തവണ തന്നിരിക്കുന്നത് പറയാനുള്ള കാരണം ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കുറച്ചിട്ട് ഇതിന്റെ സൈസും 6.3 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഡൈനാമിക് ഐലൻഡ് ഉണ്ടല്ലോ, പിൽ കട്ട് ഔട്ട്, അതിന്റെ സൈസും ആപ്പിൾ കുറച്ചിട്ടുണ്ട് ഐഫോൺ 17. പ്ലസ് ഇതിന്റെ പ്രൊട്ടക്ഷനും അപ്ഗ്രേഡ് ചെയ്ത് സെറാമിക് ഷീൽഡ് 2 ആക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ഒരു ഡിസ്പ്ലേ 3 times മോർ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. അതിനോടൊപ്പം തന്നെ 7 ലെയർ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങുമായാണ് ഐഫോൺ 17 ഡിസ്പ്ലേ വരുന്നത്. അതായത് നമ്മൾ സാംസങ്ങിന്റെ അൾട്രാ ഫോൺസിൽ മാത്രം കണ്ട ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ടല്ലോ, പക്ഷേ ആപ്പിൾ ആ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് അവരുടെ ബേസ് ഐഫോണിൽ കൊടുത്തിട്ടുണ്ട്. വെൽ ഡൺ ആപ്പിൾ, വെൽ ഡൺ. ബാറ്ററി കപ്പാസിറ്റി ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ലേറ്റസ്റ്റ് ഐഫോൺ 17 പുതിയ A19 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഗ്രാഫിക്സ് ആണെങ്കിലും പ്രോസസിംഗ് ആണെങ്കിലും ഇതെല്ലാം ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. 6 കോർ CPU ആൻഡ് 5 കോർ GPUമായാണ് വരുന്നത്. ഈ ഐഫോൺ 17 വന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിലും പ്രോ മോഷൻ ആണെങ്കിലും ഇതെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോർമലി ഐഫോണിന്റെ പ്രോ മോഡൽസിൽ മാത്രം വന്നിട്ടുള്ള ഡിസ്പ്ലേ എഞ്ചിൻ ഈ A19 ചിപ്സെറ്റിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂറൽ എഞ്ചിൻ ഉണ്ടല്ലോ, അതായത് AI വർക്ക് ചെയ്യാൻ വേണ്ടി, അതിലും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ആപ്പിൾ നോർമലി അവരുടെ ചാർജിങ് സ്പീഡ്സ് അങ്ങനെ പച്ചയ്ക്ക് മെൻഷൻ ചെയ്യാറില്ല, പക്ഷെ അവർ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ 40 വാട്ട് ആൻഡ് എബവ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു വയർഡ് ചാർജിങ്ങിന്റെ സ്പീഡ് ഇത്തവണ ആപ്പിൾ കൂട്ടിയിട്ടുണ്ട്. അതായത് 20 മിനിറ്റ് ചാർജ് ചെയ്താൽ 50% വരെയുള്ള ചാർജ് കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് വെരി നൈസ് ആക്ച്വലി. ഫാസ്റ്റ് ചാർജ് എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ് സെൽഫി ക്യാമറ. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് 18 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്നോവേറ്റീവ് ആയ ഒരു സംഭവം, ഇത് ശരിക്കും ഇന്നോവേറ്റീവ് തന്നെയാണോ? ഇന്നോവേറ്റീവ് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നോർമലി സെൻസേഴ്സ് 4:3 റേഷ്യോയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നതും ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നത്. പക്ഷേ ഇത്തവണ വന്നിരിക്കുന്ന സെൽഫി സെൻസർ ഉണ്ടല്ലോ, കുറച്ചും കൂടി വലിയ സെൻസർ ആണ്, പ്ലസ് ഒരു സ്ക്വയർ സെൻസർ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ പോർട്രേറ്റ് മോഡ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ് രണ്ടും എടുക്കാൻ പറ്റും. ഇങ്ങനെ പിടിച്ചുകൊണ്ടും രണ്ടും എടുക്കാൻ പറ്റും. സെൻട്രൽ സ്റ്റേജിന്റെ ഫീച്ചർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സെൽഫി എടുക്കുമ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സൂം ഔട്ട് ചെയ്യും. ഒരാളെ ഉള്ളൂ എങ്കിൽ അത് സൂം ഇൻ ചെയ്യും. പിന്നെ സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ സ്റ്റെബിലൈസേഷനും കിട്ടും. അതായത് നമുക്ക് വേണമെങ്കിൽ ഓടിക്കൊണ്ട് സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഈ ആക്ഷൻ ക്യാം ഒക്കെ ചെയ്യുന്ന പോലെ. ഇതേ 18 മെഗാ പിക്സലിലെ സെൻട്രൽ സ്റ്റേജ് ഉള്ള സെൽഫി ക്യാമറയാണ് ബാക്കി 3 ഫോൺസിലും വന്നിരിക്കുന്നത്. ഐഫോൺ 17 റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. അൾട്രാവൈഡ് ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് 48 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ടെലിഫോട്ടോ ക്യാമറ ഇല്ലെങ്കിലും മെയിൻ ക്യാമറ എടുത്തിട്ട് ഇത് ടെലിഫോട്ടോയും കൂടെ ആണ് കേട്ടോ, ഇത് വെച്ച് നിങ്ങൾക്ക് 2x എടുക്കാൻ പറ്റും കേട്ടോ. ഈ സംഭവം ആപ്പിളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ഐഫോൺ 17 ഈസ് എ ഗ്രേറ്റ് ഡീൽ. അതായത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ആ ടെലിഫോട്ടോ ക്യാമറയുടെ ഇല്ലായ്മ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ വെരി 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 ഗുഡ് ഓപ്ഷൻ. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. പ്രൈസ് ഒക്കെ ഞാൻ അവസാനം ഷെയർ ചെയ്യാം. കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് ലാവൻഡർ കളേഴ്സിലാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഐഫോൺ 17 Pro ആൻഡ് Pro Max നോക്കാം. നമ്മുടെ ഐഫോൺ എയർ ഉണ്ടല്ലോ, ഞാൻ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത്തവണ വന്നിരിക്കുന്ന Pro ആൻഡ് Pro Maxന്റെ ഡിസൈൻ ഞാൻ ഓൾറെഡി ലീക്സ് ആൻഡ് റൂമേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ. എക്സാക്ട്ലി സെയിം ആ വലിയ ക്യാമറ മോഡ്യൂളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആപ്പിൾ അതിനെ വിളിക്കുന്നത് പ്ലാറ്റോ ഡിസൈൻ എന്നാണ്. സോ ഈ പ്ലാറ്റോ ഡിസൈനിന്റെ ഉള്ളിൽ ആപ്പിളിന് കുറേ ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ Pro ആൻഡ് Pro Maxന്റെ ബാറ്ററി സൈസ് അവർക്ക് കൂട്ടാൻ കഴിഞ്ഞു. എക്സാക്ട് mAh ആപ്പിൾ പറയാറില്ല, പക്ഷേ ഐ തിങ്ക് Pro Max ഉണ്ടല്ലോ, ആ Pro Max 5000 mAh വരെ പോകുന്നുണ്ട്. സോ 5000 mAhന്റെ ഒരു ഐഫോൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. ദി ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് തരുന്ന ഫോൺ മിക്കവാറും ഇത്തവണ വന്നിരിക്കുന്ന ഐഫോൺ 17 Pro Max ആയിരിക്കും. പിന്നെ ചാർജിങ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 17 കണ്ട ഒരു 40 വാട്ട് ആൻഡ് അബോവിന്റെ ചാർജിങ് ഉണ്ടല്ലോ, അതായത് 20 മിനിറ്റ് ചാർജ് ചെയ്താൽ 50% ചാർജ് ആവുന്ന സംഭവം Pro Maxലും വന്നിട്ടുണ്ട്. ആൻഡ് യെസ്, ഇത്തവണ ടൈറ്റേനിയം ഒന്നും Pro Maxൽ വരുന്നില്ല. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ബിൽഡാണ് വരുന്നത്. അതായത് യൂണി ബോഡി ഡിസൈനാണ്. എന്ന് വെച്ചാൽ ജോയിന്റും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ബോഡിയാണ്. ബാക്ക് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും
ഒരൊറ്റ ബോഡിയാണ്. ആപ്പിൾ പറയുന്നതനുസരിച്ച് ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഓവർ ഹീറ്റിംഗ് ത്രോട്ട്ലിംഗ് അതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ട്രൂ. അലൂമിനിയം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ബാക്കിൽ സെൻട്രലുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഗ്ലാസ് ആണ്, കാരണം മെറ്റൽ ആണെങ്കിൽ വയർലെസ് ചാർജിങ് വർക്ക് ആവില്ലല്ലോ. സോ അവിടെ അവർ ഗ്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. അത് സെറാമിക് ഷീൽഡ് ആണ്. പ്രോ ഫോൺസിലുള്ള ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഐഫോൺ 17 എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ്. തീർച്ചയായിട്ടും പ്രോ മാക്സിൽ 6.9 ഇഞ്ചുള്ള ഡിസ്പ്ലേ ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി ഐ തിങ്ക് 17 ആണെങ്കിലും 17 പ്രോ ആണെങ്കിലും പ്രോ മാക്സ് ആണെങ്കിലും എയർ ആണെങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി ഐ തിങ്ക് വിൽ ബി സെയിം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആ 18 മെഗാ പിക്സലിന്റെ അപ്ഗ്രേഡഡ് സെൽഫി ക്യാമറ വിത്ത് സെൻട്രൽ സ്റ്റേജ്, ആ സ്ക്വയർ സെൻസർ എല്ലാം പ്രോ മാക്സിലും വരുന്നുണ്ട്. റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇത്തവണ ടെലിഫോട്ടോ ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് 48 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. സെൻസർ സൈസും കൂട്ടിയിട്ടുണ്ട്. പക്ഷേ സൂം ഉണ്ടല്ലോ, ഓപ്റ്റിക്കൽ സൂം, അത് 5x നിന്ന് കുറച്ച് 4x ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, 5x എന്ന് പറയുമ്പോൾ ഭയങ്കര സൂമായി പോകും. സോ നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ദൂരെ ഇങ്ങനെ പോയി നിൽക്കേണ്ടി വരുന്നുണ്ട്. സോ 4x ഇസ് ബെറ്റർ ആക്ച്വലി. പക്ഷേ ആപ്പിൾ പറയുന്നതനുസരിച്ച് 4x ഉണ്ട്, അതിൻ്റെ കൂടെ അവർ 8x തന്നിട്ടുണ്ട്. ആപ്പിൾ പറയുന്നതനുസരിച്ച് 8 ലെൻസിൻ്റെ ഗുണമാണ് ഈ ഒറ്റ ടെലിഫോട്ടോ ക്യാമറ ചെയ്യുന്നത്. ഇതൊക്കെ ആപ്പിളിൽ മാത്രമേ പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത്തവണ വന്നിരിക്കുന്ന പ്രോ ആൻഡ് പ്രോ മാക്സ് പ്രോ റെസ് റോ ക്യാപ്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വീഡിയോസ് ഇനിയും ഡീറ്റെയിൽഡ്, അതായത് പ്രൊഫഷണൽ ലെവൽ നല്ല ഡീറ്റെയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ജെൻ ലോക്കിൻ്റെ ഫീച്ചർ ഉണ്ട്. അതായത് ഈ ബുള്ളറ്റ് ടൈം വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ മാട്രിക്സ് സ്റ്റൈലുള്ള വീഡിയോസ്, അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പുതിയ പ്രോ ഫോൺസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പുതിയ പ്രോ ചിപ്സെറ്റും കാണും. അവതരിപ്പിക്കുന്നു ലേറ്റസ്റ്റ് A19 Pro ചിപ്സെറ്റ്, ദി മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ് ഇൻ എനി സ്മാർട്ട് ഫോൺ എന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഫാസ്റ്റർ CPU ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂറൽ എഞ്ചിൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താണെന്നറിയോ? വേപ്പർ ചേമ്പർ കൂളിംഗ്. അതായത് ആപ്പിൾ അതിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന, കാരണം ആപ്പിളിൻ്റെ ഐഫോൺസിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ ആപ്പിളിൽ ഭയങ്കരമായിട്ട് ആ ഡിസിഷൻ കേൾക്കണം. ഇങ്ങനെ ഇതിൻ്റെ അത് വേപ്പറൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ ഹീറ്റ് കയറും, എവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങും. ഞാനൊക്കെ എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളെ 25,000-30,000 രൂപയുടെ ഫോൺസ് കണ്ടിട്ടുണ്ട് ഈ വേപ്പർ ചേമ്പർ കൂളിംഗ്. ഓക്കെ, എനിവേ ഫൈനലി ആപ്പിൾ അവരുടെ പ്രോ ഫോൺസിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗെയിമേഴ്സും പിന്നെ പുറത്ത് ഒരുപാട് ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രോയും പ്രോ മാക്സ് ജിൽ നിരിക്കുന്ന ഒരു ഓറഞ്ച്, കോസ്മിക് ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ് ആക്ച്വലി. നല്ലൊരു ഭയങ്കര ഒരു ഓറഞ്ചാണ്, ഭയങ്കര ഷൈൻ ചെയ്യുന്ന ഓറഞ്ച് കളറാണ്. അതിൻ്റെ കൂടെ തന്നെ സിൽവർ ആൻഡ് ബ്ലൂ ഉണ്ട്. സോ ഇത്തവണ നോ ബ്ലാക്ക്, അതായത് സ്പേസ് ബ്ലാക്ക് ഒക്കെ എടുത്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ സ്പെഷ്യൽ കളറൊക്കെ ഇറങ്ങുമല്ലോ അടുത്ത വർഷം, ഈ പുതിയ കളർ മാത്രം ഇറക്കുന്ന ഒരു പ്രവണത ആപ്പിളിനുണ്ട്. ഐ തിങ്ക് ആ സ്പെഷ്യൽ കളർ മിക്കവാറും ബ്ലാക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കാരണം ഇത്തവണ ബ്ലാക്ക് ഒന്നും തന്നിട്ടില്ല. നെക്സ്റ്റ് ആണ് ഐഫോൺ എയർ 17 എയർ അല്ല. ഓക്കെ, സിമ്പിൾ ഐഫോൺ എയർ ആണ്. കാരണം അടുത്ത വർഷം ഇതെടുത്ത് കളയണമെങ്കിൽ എളുപ്പമല്ലേ, നമ്പറൊക്കെ ഇട്ടാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ സിമ്പിൾ ഐഫോൺ എയർ, നമ്മുടെ ഈ ഐഫോൺ SE എന്നൊക്കെ പറയുന്ന പോലെ ഐഫോൺ എയർ ആണ് വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും തിന്നസ്റ്റ് ഐഫോൺ എവർ ആണ്. 5.6 mm ആണ് തിക്നെസ്, ലൈറ്റ് വെയ്റ്റും ആണ്, 165 gram ആണ് വെയിറ്റ്. ഓക്കെ, ആപ്പിൾ ടൈറ്റാനിയം ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം സ്ലിം ആണല്ലോ. സോ കുറച്ചും കൂടി സ്ട്രെങ്ത് വേണം, അതുകൊണ്ടായിരിക്കും ടൈറ്റാനിയം ഫ്രെയിമുമായാണ് വരുന്നത്. എന്നാൽ ബാക്കിൽ സിംഗിൾ ക്യാമറ, ആ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ മാത്രമേ ഉള്ളൂ. പിന്നെ ആപ്പിൾ പറയുന്നതനുസരിച്ച് ഇത് വെച്ച് നമുക്ക് ടെലിഫോട്ടോ എടുക്കാൻ പറ്റും. സോ 2x ടെലിഫോട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിലും പ്രോപ്പർ ടെലിഫോട്ടോ ക്യാമറ ആണെങ്കിലും ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇത്രയും സ്ലിം ആയതുകൊണ്ട് ബാറ്ററി ലൈഫ് ചെറിയൊരു ഡൗട്ടാണ്, അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആപ്പിൾ പറഞ്ഞിരിക്കുന്നത് ഓൾ ഡേ ബാറ്ററി ലൈഫ്, അതായത് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പറഞ്ഞതിന് തൊട്ടടുത്ത നിമിഷം അവർ പറഞ്ഞത് അതെ ബാറ്ററി, അങ്ങനെ പറഞ്ഞല്ല, ഞാൻ പറയുകയാണ്, അതായത് ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു ഇതിന് വേണ്ടി മാത്രം, അതായത് എയറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബാറ്ററി പാക്ക് ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഫണിയായിട്ട് തോന്നിയത്, കാരണം അവൻ ഫസ്റ്റ് പറഞ്ഞു ഓൾ ഡേ ബാറ്ററി ബാക്കപ്പ്, അതിനുശേഷം പിന്നെ ബാറ്ററി പാക്ക് ഇറക്കുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയാം, സ്ലിം ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ബാറ്ററി കുറവാണ്, പിന്നെ എന്തിനാണ് A19 Pro ചിപ്സെറ്റ് ഇട്ട് തന്നിരിക്കുന്നത്? A19 ഇട്ടാൽ പോരായിരുന്നു. ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. A19 Proയുടെ ആവശ്യമില്ല എൻ്റെ അത്, കാരണം ആപ്പിൾ പറഞ്ഞനുസരിച്ച് ഇതാണ് ഏറ്റവും എഫിഷ്യൻറ്റ് ഐഫോൺ. എഫിഷ്യൻറ്റിൻ്റെ അർത്ഥം നല്ല ത്രോട്ട്ലിംഗ് ചെയ്ത് വെച്ച് കാണും. പ്രോ മാക്സിലുള്ള ഒരു പവർ ഉണ്ടല്ലോ A19 Proയുടെ, ആ സെയിം പവർ ഇവിടെ കിട്ടൂല. ഇവിടെയും A19 Pro ആണെങ്കിലും ഐഫോൺ 16e കണ്ട ഒരു പുതിയ C1 ചിപ്പ് ഉണ്ടല്ലോ,
പുതിയ മോഡം, ആപ്പിളിൻ്റെ മോഡം, ആ മോഡമാണ് ഇവിടെ തന്നിരിക്കുന്നത്. C1 അല്ല, C1X, അതിൻ്റെ അപ്ഗ്രേഡ് ആണെന്ന് തോന്നുന്നു. C1X ഉണ്ട്. പിന്നെ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു N1 ചിപ്പും, ആപ്പിളിൻ്റെ സ്വന്തം N1 ചിപ്പും വരുന്നുണ്ട്. ഭയങ്കര സ്പേസ് കുറവാണല്ലോ, സോ ആപ്പിൾ അവരുടെ ചെറിയ ചിപ്പൊക്കെ എടുത്ത് അവിടെ ഇവിടെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഗ്ലാസിൻ്റെ ബിൽഡാണ് തന്നിരിക്കുന്നത്. അതിൽ സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ProMotion, അതായത് 120 ഹെർട്സിൻ്റെ LTPO ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഡിസ്പ്ലേ സൈസ് 6.5 ഇഞ്ച് ആണ്. പക്ഷേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. ഓക്കെ, ഒറ്റ സ്പീക്കർ മാത്രമേ ഉള്ളൂ. അതും താഴെയല്ല, മേളിലുള്ള ഇയർ പീസിന് മാത്രമേ വരുള്ളൂ. ഇത് ആപ്പിൾ ക്ലിയർലി പറഞ്ഞിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഇതാണ് സംഭവം. മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സ്ലിം ആക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിം സ്ലോട്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഇ സിം ഓൺലി. സോ ഇത് ഇന്ത്യയിൽ ഇറക്കുമ്പോൾ ആൾക്കാർ ഇത് ഈവൻ ഇന്ത്യയല്ല, ഗ്ലോബലി ആണെങ്കിലും ഇ സിം ഓൺലി, ഐ ഡോണ്ട് നോ. ആപ്പ് ചിലപ്പോൾ അമേരിക്കയിൽ വിറ്റ് പോകുമായിരിക്കും, ഇന്ത്യയിൽ ഐ ഡോണ്ട് നോ. പിന്നെ വാട്ടേജ് ഉണ്ടല്ലോ, അത് 40 വാട്ടൊന്നുമില്ല. ഇത് നമ്മുടെ 20-23 വാട്ടായിരിക്കും, കാരണം ബാറ്ററി ചെറുതാണല്ലോ. സോ അത്രയും മതി ആക്ച്വലി. ഈ കാണുന്ന 4 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. സോ iPhone 17 256GB വേരിയൻ്റെ പ്രൈസ് ആണ് 82,900 രൂപ. പക്ഷേ ഇത്തവണ 128 GB ഇല്ല, സ്റ്റാർട്ടിങ് 256 GB ആണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിൽ ആ 128 GB പ്രൈസിൽ തന്നെയാണ് 256 ഇറക്കിയിരിക്കുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ പ്രൈസ് 3000 രൂപ അവർ കൂട്ടിയിട്ടുണ്ട്. എയറിൻ്റെ 256 GB പ്രൈസ് ആണ് 1,20,20,000 രൂപ. അതായത് കഴിഞ്ഞ വർഷം iPhone 16 Pro, അതായത് ഈ ഫോൺ ഇറങ്ങിയ പ്രൈസിലാണ് ഇത്തവണ 17 എയർ ഇറക്കിയിരിക്കുന്നത്. iPhone 17 Proയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,35,000 രൂപ. iPhone 17 Pro Maxന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,50,000 രൂപ. പിന്നെ 2TB വേരിയന്റും ഇത്തവണ വരുന്നുണ്ട്. Pro Maxൽ മാത്രമേ ഉള്ളൂ, പ്രോയിലില്ല. സോ ഈ 2TB വേരിയന്റിന്റെ പ്രൈസ് എത്രയാണെന്നറിയാം? ഗസ് ചെയ്യാൻ പറ്റും. 2,30,000 രൂപ, അതായത് 2.3 lakh rupees ഒരു ഫോൺ. ഇതൊക്കെ ആപ്പിളിൽ മാത്രമേ ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നും. എനിവേ, സോ ഇതായിരുന്നു പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എന്തായാലും അൺബോക്സിങ്, റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.